ഈ കാലഘട്ടത്തിൽ തലവേദന ഒരു വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. പലതരം തലവേദനകൾ ആളുകളിൽ വന്നു പോയിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കാണുന്നതാണ് സ്ട്രെസ് ഹെഡേക്ക് അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക്. ഇപ്പോൾ ഏത് അസുഖം എടുത്തു കഴിഞ്ഞാലും ആദ്യത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ തലയിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക? പലതരം തലവേദനകളുണ്ട്. മൈഗ്രെയിൻ ഉണ്ട്, സൈനസ് ഹെഡേക്സ് ഉണ്ട്, ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട്. അങ്ങനെ പലതരം തലവേദനകളുണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഹെഡേക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. സ്ട്രെസ് ഹെഡേക്ക് പ്രധാനമായിട്ടും ഒരു ടൈറ്റ് ബാൻഡ് നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടി വരിയുന്നത് പോലത്തെ ഒരു വേദനയായിരിക്കും. അത് പ്രധാനമായിട്ടും ഈ ഫ്രണ്ടിൽ, ഫോർഹെഡിൽ അല്ലെങ്കിൽ ഈ പുറകു വശത്ത് ഈ സ്ഥലത്താണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അതും വലിയൊരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അത് നിർത്താതെ ആ വേദന ഇങ്ങനെ ഡള്ളായിട്ട് ഏക്കിങ് ടൈപ്പായിട്ട് ത്രൂ ഔട്ട് ദ ഡേ അത് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ കാരണങ്ങൾ എന്താ? പേര് പോലെ തന്നെ സ്ട്രെസ്സ്, ടെൻഷൻസ് എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ സാരമായി ബാധിക്കുന്ന സമയത്ത് ഈ തലവേദന വരും. പിന്നെ ശരിയായ ഉറക്കം ലഭിക്കാതിരിക്കുമ്പോൾ, ഇൻഅഡിക്വേറ്റ് സ്ലീപ്പ്, പിന്നെ ഇൻഅഡിക്വേറ്റ് പുവറായിട്ടുള്ള ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പല ആളുകളും പല രീതിയിലാണല്ലേ ഉറങ്ങുന്നത്. പ്രത്യേകിച്ച് അവർ തലയണകൾ ഉപയോഗിക്കുന്നത് പല രീതികളിലാണ്, പല ഹൈറ്റിലാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ തലയും കഴുത്തുമായിട്ടുള്ള ആംഗിൾ ശരിയായില്ലെങ്കിൽ, നമ്മൾ ബോഡിയും തലയുമായിട്ടുള്ള ആ ഒരു കിടപ്പ് വശം ശരിയായില്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ് ഹെഡേക്ക് വരാം. അപ്പോൾ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, ശരിയായി കൃത്യസമയത്ത് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. പിന്നെ നമ്മുടെ വരുന്ന ടെൻഷൻസൊക്കെ എത്രയൊക്കെ നമ്മൾ വറി ചെയ്ത് കഴിഞ്ഞാലും ആ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ. അതിൻ്റെ സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിക്കുക, അത് ചെയ്യുക. അല്ലാത്തതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അങ്ങനെ ഒരു ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കുഞ്ഞ് ടിപ്പ് പറഞ്ഞു തരാം. ശരിക്കും എല്ലാവർക്കും വർക്കാവണമെന്നില്ല, എന്നാൽ ഭൂരിഭാഗം പേരിലും നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വീട്ടിലാണുള്ളതെങ്കിൽ കുറേ അധികം നേരം തണുത്ത വെള്ളത്തിൽ തല നനച്ച് കുളിക്കുന്നത്, എണ്ണ വയ്ക്കേണ്ട ആവശ്യമില്ല, തല നനച്ച് കുളിക്കുന്നത് ഈ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ കുറച്ച് നമ്മളെ സഹായിക്കും. പിന്നെ തണുത്ത തുണി അല്ലെങ്കിൽ ഒരു കൂളിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തണുത്ത വസ്ത്രം നമ്മുടെ തലയും കണ്ണുമായി ചേരുന്നിടത്ത് വിരിച്ചിടുന്നത് നല്ലതായിരിക്കും. പിന്നെ ചെറിയൊരു ജെൻറ്റിൽ മസാജ് വേദനയുള്ള സ്ഥലത്ത് മസാജ് ചെയ്യുന്നത് നമുക്ക് സുഖം നൽകും. അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ, കൈപ്പത്തിയുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും, ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറിൻ്റെയും ഈ ഒരു പോയിൻറ്റ് ഏകദേശം ഈ ഒരു മധ്യഭാഗത്ത് ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് ഇങ്ങനെ നമുക്കൊരു പ്രഷർ കൊടുക്കാം അല്ലേ. 1 2 3 4 5 6 ഇങ്ങനെ ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ ഒരു 15 ടൈംസ് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് റിപ്പീറ്റ് ചെയ്യാം. അത് 2 കൈയിലും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് ഈ തലവേദന എടുക്കുന്ന സമയത്ത്. പിന്നെ കൈ നന്നായി ശക്തിയായിട്ട് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്ത് നമ്മുടെ തലയും കണ്ണും ചേരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ പുറകുവശത്താണ് വേദനയുള്ളെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു ചൂട് അപ്ലൈ ചെയ്യാം. ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലമുടി അവസാനിക്കുന്ന കഴുത്ത് തുടങ്ങുന്ന ഈ ഒരു ഭാഗം, ഏകദേശം ഒരു മധ്യഭാഗമായിട്ടുള്ളൊരു പോയിൻറ്റ്, അവിടെ ഒരു കുഴിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അവിടെ ജെൻറ്റിലായിട്ട് ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ഒരു 15 ടൈംസ് നമുക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ലൈൻ അങ്ങനെ താഴോട്ട് വന്ന് നമ്മുടെ പുറം ആരംഭിക്കുന്ന, കഴുത്ത് അവസാനിച്ച് പുറം ആരംഭിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയും ഇതേപോലെ ഒരു 15 ടൈംസ്. അത് ഒറ്റത്തവണ ചെയ്താൽ പോരാ, 15 ടൈംസിൻ്റെ 2 or 3 ഘട്ടങ്ങളായിട്ട് തന്നെ നമുക്ക് ഒരു തവണ ചെയ്യണം. ഒരു സെറ്റിൽ തന്നെ 3 പ്രാവശ്യം 15 ടൈംസിലുള്ള ഒരു ഫ്രീക്വൻസി കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 1/2 hour 1 hourന് ശേഷം വീണ്ടും നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. എന്നിട്ടും അസഹനീയമായിട്ട് വേദന തുടരുകയാണ്, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദഗ്ധനെ കണ്ട് വേണ്ട വൈദ്യസഹായം തേടേണ്ടതാണ്. താങ്ക് യു.